ഹാപ്പി ലൈഫ് ഹാപ്പി ആൻഡ് മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോ'ഒപ്പനോപ്പനോ എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടൂളിനെ പറ്റിയാണ്. ഇതിന് മുൻപേ ഞാൻ എൻ്റെ ചാനലിൽ ഹോ'ഒപ്പനോപ്പനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡഡ് വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതെങ്ങനെയാണ് ചാൻറ്റ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. ഹോ'ഒപ്പനോപ്പനോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലും ഉപയോഗിക്കാം. അതായത് റിലേഷൻഷിപ്പ്, പിന്നെ അതേപോലെ മണി, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഹീലിംഗ് കിട്ടുന്നതാണ്. നല്ലൊരു ഹീലിംഗ് കിട്ടും. ഹീലിംഗ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹോ'ഒപ്പനോപ്പനോ ചൊല്ലുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി പോകുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ ഹെൽത്ത് ആണെങ്കിൽ നമ്മളിപ്പോൾ നമുക്കൊരു തലവേദന പോലും വന്നാൽ പോലും നമ്മൾ ഹോ'ഒപ്പനോപ്പനോ നമ്മളെ ഹെഡിനെ തലയിൽ ഒന്ന് കൈ തൊട്ട് വെച്ച് ഈ 4 വാക്യങ്ങൾ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു, ഈ 4 വാക്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയിലും ഇത് ഉപയോഗിക്കാവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടൂളാണ് ഇത്. ഹവായിയൻ ദ്വീപിലെ ചില ആളുകൾ പിന്തുടരുന്നൊരു പ്രാർത്ഥനാ രീതിയായിരുന്നു അത്. ഇപ്പോൾ ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോ'ഒപ്പനോപ്പനോ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പിന്നെ അതേപോലെ ഇത് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് മണിക്ക് വേണ്ടി എങ്ങനെയാണ് ഹോ'ഒപ്പനോപ്പനോ ഉപയോഗിക്കേണ്ടതെന്ന്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പണം ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തു തന്നെയാണല്ലേ. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പണം വേണം. അപ്പോൾ പണം ഇപ്പം ജോലിയില്ലാത്തൊരു വീട്ടമ്മയെ സംബന്ധിച്ച് പണം കയ്യിലുണ്ടാകുക എന്നുള്ളത്, വീട്ടമ്മയാവുമ്പോൾ എന്താവും, ഹസ്ബൻഡ് പണം കൊടുക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും വീട്ടിൽ ഫുൾ കാര്യങ്ങൾ നടത്തുക. അവിടെ ഒരു സെക്കൻഡ് റോളായിരിക്കും വൈഫിനുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പണം ഉണ്ടാക്കുക, അതായത് പണം കയ്യിൽ കുറച്ച് സ്വരൂപിച്ച് വെക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ചലഞ്ചഡാണ് അല്ലേ. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ്. അതായത് ഓൺലൈൻ മാർക്കറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പല ജോലികളും നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹോ'ഒപ്പനോപ്പനോ ഈ പ്രയർ ചൊല്ലുന്ന സമയത്ത് മണിയെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്, നാം പോലും അറിയാതെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ, എനിക്ക് സമയമില്ല, ഇതൊന്നും ചെയ്യാനുള്ള നേരമില്ല എന്നുള്ളത്. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ സമയത്ത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് ആ സമയം നമുക്ക് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാം. സമയത്തെ പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അത് മുറിച്ചെടുത്ത് വെച്ചുകൊണ്ട് അതിനെ നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്കത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതിലിടയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യാം. അതായത് ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മണിയെ ആകർഷിക്കാൻ വേണ്ടി 4 മന്ത്രങ്ങൾ ഹോ'ഒപ്പനോപ്പനോ ഉപയോഗിക്കുന്നതെന്ന് വേഗത്തിൽ പറയാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്നാണ് ഹോ'ഒപ്പനോപ്പനോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നത് പണത്തെ നമ്മൾ തള്ളിപ്പറയുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കില്ല. കാരണം പണം ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ നമ്മളൊരു ചിന്തയാണ്, പണമുള്ളവനെല്ലാം ഇഷ്ട സ്വഭാവമാണ്, പണം ഇല്ലാത്തതാണ് നല്ലത്, സമാധാനമുണ്ട്. അതൊക്കെ വെറുതെ വിചാരിക്കുന്ന കാര്യമാണ്. കാരണം പണത്തിന് പണം തന്നെ വേണം. ഓക്കെ, പണത്തിന് പണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ? നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞും നമുക്ക് പണം ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ വേണം. ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ കയ്യിൽ പണം വേണം. ആവശ്യത്തിന് മാത്രം മതിയോ പണം? പോരാ. നമ്മുടെ കയ്യിൽ ആവശ്യങ്ങൾ കഴിഞ്ഞും നമ്മുടെ കയ്യിൽ മിച്ചം ഒരു തുക ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഹൈലി എനർജിയുള്ളൊരു വസ്തുവാണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആകർഷിച്ചെടുക്കുക, നമ്മുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഈ ഹോ'ഒപ്പനോപ്പനോ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം പണത്തെ തള്ളിപ്പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഒഴിവാക്കുക. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മണി ബ്ലോക്കിൻ്റെ, അത് ഇരുന്ന് കാണാത്തവർ. ഓക്കെ, അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പിന്തുടരുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പണത്തെ തള്ളിപ്പറയുമ്പോൾ അത് നമ്മുടെ കൈകളിലേക്ക് വരാനുള്ള ചാൻസ് കുറയും. നമ്മൾ എന്തിനെയാണോ തള്ളിപ്പറയുന്നത് അത് നമ്മളെ കയ്യിലേക്ക് വരുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പണത്തെ സ്നേഹിക്കുക എന്ന് കരുതി സ്വാർത്ഥതയോടുകൂടെ പണം 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 എന്നുള്ള ചിന്തയല്ല. പണത്തെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. തള്ളി പറയാതിരിക്കുക, പണക്കാരെ കാണുമ്പോൾ അസൂയപ്പെടാതിരിക്കുക. ഒരുപാട് പണം വന്നു ചേരുന്ന പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ കാണുമ്പോൾ ഒരു അസൂയ മൈൻഡ് ഉണ്ടാവും നമുക്ക്.
അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. അവർ ബ്ലസ് ചെയ്യുക, അവർക്ക് ഉണ്ടാവട്ടെ, നിറയെ ഉണ്ടാവട്ടെ എന്ന് ബ്ലസ് ചെയ്യുക. നമ്മളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നോക്കാം. പണം വയ്ക്കുന്ന വാലറ്റ് എപ്പോഴും ഇങ്ങനെയുള്ളൊരു വാലറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം പണം നീണ്ട് നിവർത്തി തന്നെ വെക്കണം, ചുരുട്ടി കൂട്ടി മടക്കി ഒന്നും വെക്കരുത്. പിന്നെ ഇങ്ങനെയായിരിക്കണം പണം വെക്കുമ്പോൾ. പൈസ കയ്യിലെടുക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ വെക്കാൻ വേണം, ശ്രദ്ധിക്കണം. കാരണം നീണ്ട് നിവർത്തി, കാരണം ഇതിന് ബഹുമാനിക്കണം നമ്മൾ, അല്ലേ? പല പല കൈകളിലൂടെയും നമ്മുടെ കയ്യിലെത്തുന്ന നിധിയാണ് ഈ പണം, അല്ലേ? ഇതില്ലാതെ നമുക്കൊരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണമെങ്കിൽ പോലും എന്ത് വേണം? ഈ മണി വേണം, അല്ലേ? അപ്പോൾ ഇതിനെ ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. സ്വാർത്ഥ മനോഭാവത്തോടെ അല്ല നമ്മളിതിനെ സ്നേഹിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനാണ് നമ്മളിതിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 500 രൂപയുടെ നോട്ട് എടുക്കാം. എന്നിട്ട് ഈ പണം നമ്മുടെ ഇങ്ങനെ കൈകളിൽ വെച്ചിട്ട് ഇതിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എന്നും ചെയ്യണം. നമ്മുടെ പേഴ്സ് ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ല. ഒരു 10 രൂപയെങ്കിലും അതിൽ മിച്ചം വെച്ചേക്കണം. ചിലപ്പോൾ ഈ മാസം അവസാനമായി, മാസം അവസാനം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ കാശുകളൊക്കെ ഓരോ സ്ഥലത്ത് മക്കളെ പഠിപ്പിക്കും, പിന്നെ അതുപോലെ പല സ്ഥലത്തും കൊടുക്കാനുണ്ടാവും, വാങ്ങാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ കാലിയാക്കി വെക്കാൻ പാടില്ല. എപ്പോഴും പണം അതിൽ വേണം. ഓക്കെ. അപ്പോൾ നമ്മളൊരു 500 രൂപ നോട്ട് എടുക്കുക. എന്നിട്ട് ഈ പണത്തിനോട് നമ്മൾ എന്നും പറയാം, ആരും കാണണ്ട, നിങ്ങളെ ഈ പണത്തെ സ്നേഹിക്കുന്നത് പണം അറിയണം. ഹൈലി എനർജി ഉള്ള വസ്തുവാണ്, ഇതിൻ്റെ ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഡിയർ മണി, ഞാൻ നിന്നെ അറിയാതെ ഒരുപാട് സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി മടക്കി വെച്ചിട്ടുണ്ട്. വൃത്തിക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എല്ലാത്തിനും നീ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു മൈ ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു മൈ മണി. നീ ഇത് ഞാൻ ചിലവഴിക്കുമ്പോൾ ആരുടെ കൈകളിലേക്കാണ് അത് പോകുന്നത്? അവരുടെ കൈകളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാങ്കിലെത്തി ഇതിൻ്റെ 25 മടങ്ങ്, 500ൻ്റെ 25 മടങ്ങ് എത്രയാണ്? അതൊന്ന് കൂട്ടി വെക്കുക. 25 മടങ്ങായി എൻ്റെ കൈകളിലേക്ക് മടങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. പല പല വഴികളിലൂടെ, മാർഗങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഐ ലവ് യു മൈ ഡിയർ മണി, ഐ ലവ് യു സോ മച്ച്. ഇങ്ങനെ നമ്മൾ പണത്തിനെ എന്നും ഐ ലവ് യു മൈ ഡിയർ മണി, ഐ ലവ് യു എന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു വിദ്യ ചെയ്ത ശേഷം ഞാൻ വാട്സപ്പ് ക്ലാസ്സിൽ ഈ ഒരു പ്രോസസ്സ് കൊടുത്തിരുന്നു വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഇത് ചെയ്ത ശേഷം ചേച്ചിക്ക് 5000 രൂപ ലോട്ടറി അടിച്ച ഒരു സക്സസ് സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 5000 രൂപ കിട്ടിയെന്ന് അവർ പറഞ്ഞു. കാരണം അവരെന്നും ചെയ്യുന്ന പ്രവൃത്തിയാണ്. പൈസ ഇങ്ങോട്ട് എടുക്കും, നെഞ്ഞിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാം പൈസേനെ ഐ ലവ് യു. നമ്മിലേക്ക് വരാനുള്ള ചാൻസ് കൂടുകയാണ്. പണം ഞാൻ പറഞ്ഞല്ലോ, ഹൈലി എനർജിയുള്ള ഒരു വസ്തുവാണ് പണം. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷൻ സംഭവിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. എന്നും ചെയ്യേണ്ട പ്രോസസ്സാണിത്. ഇത് പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നെഞ്ഞത്ത് വെച്ച് പറയണം, ഡിയർ മണി, നീ എന്നിലേക്ക് ഞാൻ നിന്നെ ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം നീ ക്ഷമിക്കണം. പല പല വസ്തുക്കൾ വാങ്ങുമ്പോഴൊക്കെ എത്രയും പണത്തെ തള്ളി പറഞ്ഞ നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. വിശ്വാസത്തോടുകൂടി, ഫീലിങ്സോടുകൂടെ നിങ്ങളിത് പറയാം. പല പല വഴികളും നമ്മുടെ മുന്നിൽ തുറന്നു വരും. പണം നമുക്ക് കിട്ടാനുള്ള പണം, ചിലപ്പോൾ ആരെങ്കിലും തരാനുള്ള പൈസ, ചിലപ്പോൾ ചില ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ തരില്ലല്ലേ, അതിങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വേഗം തരാനുള്ള ഒരു ടെൻഡൻസി എല്ലാം വരുന്നതാണ്. അപ്പം ഈ ഒരു സംഭവം എല്ലാവരും ചെയ്യണം കേട്ടോ. ഭയങ്കര പവർഫുള്ളാണ്. മണിയെ നമ്മൾ ആകർഷിച്ചെടുക്കണം നമ്മുടെ ലൈഫിലേക്ക്. ഓക്കെ. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഒരു ഷെയറിങ് ആയിരിക്കും അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുകയെങ്കിൽ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്, അല്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പ്രാക്ടീസ് എല്ലാവരും ചെയ്യണേ. എന്നും പണത്തിനെ എടുത്ത് നമ്മൾ ബ്ലെസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുക. ഷുവറായും പണം വരാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും. താങ്ക് യു.